ഇതൊരു പ്രധാന അറിയിപ്പാണ്. സീസൺ 7 ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇപ്പോൾ മുതൽ ടാസ്കുകളോ. ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 9-10 എപ്പിസോഡുകളാണ് ഞാനിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. 9ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അനീഷും ബാക്കിയുള്ള 18 കണ്ടസ്റ്റന്റും തമ്മിലുള്ള വഴക്കിലാണ്. അതില് പണിപ്പുരയിലേക്കുള്ള ടാസ്ക് ആയിരുന്നു. അതായത് നമ്മൾ സ്വന്തമായിട്ട് റാങ്കിങ് ചെയ്തിട്ട് ആരാണോ പണിപ്പുരയിൽ പോകാൻ വേണ്ടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ചധികം സമയം കിട്ടും. അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തിൽ ആരാണോ നിൽക്കുന്നത്, രണ്ടാം സ്ഥാനത്തിൽ ആരാണോ നിൽക്കുന്നത് എന്നുള്ള ടാസ്ക് ആയിരുന്നു അത് വന്നത്, റാങ്കിങ് ചെയ്തിട്ടുള്ള ടാസ്ക്. അത് കാണുമ്പോൾ ക്യാപ്റ്റൻ ഷാനവാസ് പറയുന്നത് ശരി, ഓക്കെ, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അനീഷ് തന്നെ ഒന്നാം സ്ഥാനം എടുത്തോട്ടെ, കാരണം ഭക്ഷണത്തിനും പിന്നെ അതേപോലെ നമ്മുടെ ഡ്രസ്സിനും വേണ്ടിയിട്ട് ടാസ്ക് ആണല്ലോ, അതുകൊണ്ട് അവർ ഒന്നാം സ്ഥാനം എടുത്തോട്ടെ എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. പക്ഷെ ജിസേലും അതേപോലെ തന്നെ അപ്പാനി ശരത്ത് പിന്നെ അക്ബർ, ഇവർ മൂന്നുപേരും ഒറ്റയടിക്ക് വാശി പിടിച്ച് നിൽക്കുക. ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒന്നാം സ്ഥാനം അവന് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. ജിസേല് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇത്തവണ നമ്മൾ ഒന്നാം സ്ഥാനം അനീഷിന് കൊടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇതിലും എല്ലാ ടാസ്ക് വരുമ്പോഴും അനീഷ് ചിലപ്പം പറയും എനിക്ക് വേണം ഒന്നാം സ്ഥാനം, എനിക്ക് വേണം എന്ന് പറയും. അത് വെച്ച് നോക്കി കഴിയുമ്പം ജിസേല് പറയുന്നതിൽ ലോജിക് ഉണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മുടെ അവരുടെ ഫുഡിന്റെയും പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സിന്റെയും കാര്യമായതുകൊണ്ട് വാശി പിടിച്ച് നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ അവസാനം ഷാനവാസും പറയുന്നത് എന്നാൽ നമുക്കിപ്പോ ഇടാൻ വേണ്ടി രണ്ട് ഡ്രസ്സ് ഉണ്ടല്ലോ, പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള ഫുഡും ഉണ്ട്, ഇനി ഇപ്പൊ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വണ്ണം കുറഞ്ഞ സുന്ദരന്മാരായിട്ട് പുറത്ത് പോവാലോ എന്നും പറഞ്ഞിട്ട് അവർ ആ ടാസ്ക് നിന്ന് പിന്മാറുക ചെയ്യുന്നത്. അതായത് അനീഷിന് ഫസ്റ്റ് കൊടുക്കാനും പറ്റില്ല, അവർക്ക് അനീഷ് അവര് പറയുന്നത് അനുസരിക്കുന്നുമില്ല. അങ്ങനെ സമയം ഒരുപാട് പോയപ്പോഴേക്ക് ബിഗ് ബോസ് തന്നെ ആ ഒരു ടാസ്ക് അങ്ങ് റദ്ദാക്കുകയോ ചെയ്യുന്നത്. അതിൽ അനീഷ് പറയുന്നത് അനീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അനീഷിനാണ് ഒന്നാം സ്ഥാനം വേണ്ടതെന്ന് പറഞ്ഞാണ് അവിടെ വഴക്കുണ്ടാവുന്നത്. പണിപ്പുര ടാസ്ക് റദ്ദാക്കിയ ഉടനെ ആയിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത പണി വരുന്നത്, 7ന്റെ പണി. അതായത് സീസൺ 7 താൽക്കാലികമായി ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുവാന്ന് പറഞ്ഞിട്ട്, ഇനി മുതൽ നിങ്ങളെ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് കണ്ടോളാം, നിങ്ങൾക്കുള്ള ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ചോളാം, നിങ്ങൾ ഇനി മുതൽ ഞങ്ങളുടെ ഗസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് അതോടുകൂടി അവിടെ നിർത്തിവെക്കുക. സീസൺ 7 ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. നിങ്ങളെ അതിഥികളായി മാത്രം കണ്ടുകൊള്ളാം. സാധാരണ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഒരു ആശയവിനിമയവും ഇനി നിങ്ങളുമായി. ഇത് എത്രയാണെന്നും പറഞ്ഞ ഒരാൾ ഇങ്ങനെ വാണിംഗ് കൊടുക്കുന്നത്. ഓൾറെഡി ബിഗ് ബോസ് ഇവിടെ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബിഗ് ബോസ് തരുന്ന വസ്ത്രങ്ങളും പിന്നെ അതുപോലെ സാധനങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ജിസേലാണ് ഇതിൽ മെയിൻ. ജിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 തവണ പുള്ളിക്കാരിക്ക് വാണിംഗ് കൊടുത്ത് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന്, ഇതേപോലെ ഉപയോഗിക്കരുത്, ബാറ്റ് ഇല്ലാത്തവർ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് 3 തവണ വാണിംഗ് കൊടുത്ത്. ലാസ്റ്റ് എല്ലാവരും കൂടെ മാപ്പൊക്കെ പറഞ്ഞ് ഇല്ല ഇനി ഇതിങ്ങനെ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ്, പിന്നെ അതുപോലെ ബാഡ്ജ് ഉള്ളവര്, അതായത് മറ്റേ ആദിലയും നൂറയും പറയുന്നുണ്ട് ഇനി മുതൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നും അവര് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗെയിം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യമല്ലേ, എത്രയാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് പേരായിട്ട് ഷെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഇല്ലാത്ത ആൾക്കാർക്ക് ഷെയർ ഇല്ലാത്തവര് ഉള്ളവര് അടുത്തത് മിഡ് വീക്ക് എവിക്ഷൻ ആണ്. ഇതിൽ 19 കണ്ടസ്റ്റൻസിൽ 6 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് അവര് വ്യാഴാഴ്ച വരെയുള്ള അവരുടെ ടാസ്കിന്റെ പ്രകടനവും ഗെയിമും പോയിന്റ്സും ഒക്കെ വെച്ചിട്ട് അവരിൽ ആരാണ് ഏറ്റവും മോശം പ്രകടനം കാണിക്കുന്നത് അവരെ ഈ വീക്കിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കും. അതായത് വ്യാഴാഴ്ചക്കുള്ളിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായിരുന്നു വന്നത്. അതിൽ അക്ബറിനെയും പിന്നെ ഷാനവാസിനെയും സെലക്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അനീഷ് ഉണ്ടായിരുന്നു, റണ ഫാത്തിമ ഉണ്ടായിരുന്നു, പിന്നെ കലാഭവൻ സരിക ഉണ്ടായിരുന്നു, പിന്നെ ഷാരിക ഉണ്ടായിരുന്നു, രേണുസുതി ഉണ്ടായിരുന്നു, ഒനീൽ ഉണ്ടായിരുന്നു. ഈ വരുന്ന ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കുമിടയിൽ നിങ്ങളിൽ നിന്ന് 2 പേർ വരാൻ പോകുന്ന ടാസ്കുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും. ഇരിക്കാം. ഇത് പിന്നെ ബിഗ് ബോസ് എപ്പിസോഡ് 10 ആകുമ്പോഴേക്ക് കാണിക്കുന്നുണ്ട്. അതായത് മിഡ് വീക്ക് എവിക്ഷൻ അല്ല, മിഡ് വീക്ക് സസ്പെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് അവരൊരു ഡെഡ് സോണിലായിരിക്കും, അവർക്ക് അധികം ക്യാമറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല, അതായത് കണ്ടസ്റ്റൻസുമായിട്ട് കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അവര് ബിഗ് ബോസ് പിന്നെ എപ്പിസോഡ് 10 ആകുമ്പോഴേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ 7ന്റെ പണി തന്നെ. ഇത് കഴിഞ്ഞ ഉടനെയായിരുന്നു വീക്ക്ലി നോമിനേഷൻ വരുന്നത്. അതായത് ഈ 6 പേരെ അല്ലാതെ ബാക്കിയുള്ളവരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാം. ആ നോമിനേഷനിൽ വന്നത് എല്ലാവരും, അഭിലാഷ് ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അഭിലാഷിന് ഒരാൾ മാത്രം, മറ്റേ കലാഭവൻ സരിക മാത്രമേ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതായത് വീക്കിലി എവിക്ഷന്റെ ഇതില് അവര് വന്നിട്ടുണ്ട്.
അതില് എല്ലാവരെയും അപ്പാനി ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞ കമന്റ്സ് എന്താന്ന് വെച്ചാൽ ഫേക്ക് ആണ്, ഗെയിം കളിക്കുന്നില്ല, എനർജി ഇല്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ അപ്പാനിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ല. അപ്പാനി അടിക്കുമോന്ന് പേടിയുണ്ട്. അനീഷ് പറഞ്ഞ അപ്പാനി കൈ വെക്കുമോന്ന് പോലും സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് സിസ്റ്റം കളിക്കുന്നത്. പിന്നെ ആട്ടിൻ തോലിട്ട് ചെന്നായിയാണ് ഷാനവാസ് പറയുന്നത്. തോലിട്ട ചെന്നായിയാണെന്ന് തോന്നുന്നു. എന്റെ മുന്നിൽ വന്നിട്ട് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുകയും എന്നെ കൈവെക്കുമോ എന്നുള്ള ഒരു അത്രമേൽ അഗ്രസീവായിട്ടുള്ള ഒരു നേച്ചറാണ് ശരത്തിന്റെ. പിന്നെ ശൈത്യ ജിസേലിനെ നോമിനേഷനിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യേനെയും പിന്നെ അതേപോലെ തന്നെ അനുവിനെയും ഇവർ തമ്മിൽ അതായത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ, ആദിലയും നൂറിൽ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ, അവരെ പോലെ അതായത് അവരെ നിങ്ങൾ മറന്നു പോവും ആ ഒരു രീതിയിലാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജിസേൽ ഒരു തമാശക്ക് പറഞ്ഞതായിരിക്കും. അതായത് ഇവര് കളിയും ചിരിയൊക്കെ കാണുമ്പോ ഇങ്ങനെ തമാശക്ക് നമ്മളൊരു കൗണ്ടർ അടിക്കില്ല, അതുപോലെ പറഞ്ഞതായിരിക്കും. അതിന്റെ പേരിൽ ഫീൽ ആയിട്ടാണ് ജിസേലിനെതിരെ ശൈത്യ നോമിനേറ്റ് ചെയ്യുന്നത്. അതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമല്ല. ചെറിയൊരു തമാശ പറഞ്ഞ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം സ്പീഡിൽ കാണേണ്ടതല്ല. നമ്മുടെ രേണുസുതിക്ക് ഹെൽത്ത് ഒന്നും ഓക്കെ അല്ല, എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്നാ പറയുന്നത്. ഈ മിഡ് വീക്ക് എവിക്ഷൻ വരുവാണെങ്കിൽ പുള്ളിക്കാരി പുറത്തു പോകാൻ തയ്യാറാന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതിന്റെ വീഡിയോ കാണാം. ഇങ്ങനെയല്ല പ്രേക്ഷകർ എനിക്ക് ചേച്ചി പോലും പോകണം കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വയ്യ ടോട്ടലി എനിക്ക് എന്റെ ഹെൽത്ത് ഓക്കെ അല്ല. ഞാൻ സത്യം പറഞ്ഞ രേണുസുധിന്റെ മനസ്സിലിരിപ്പ് എന്താണ് രേണുസുധിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഇപ്പം പുറത്തു വരണം എന്നാണോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കണം എന്നാണോ, അതൊക്കെ പുള്ളിക്കാരന്റെ മനസ്സിലിരിപ്പ് മാത്രം. നമുക്ക് ആർക്കും ഗണിച്ച് പറയാനൊന്നും പറ്റത്തില്ല. പുറത്ത് പറയുന്നതാണോ ഉള്ളിലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എപ്പിസോഡ് 9 കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് 10 തുടങ്ങുമ്പോൾ തക്കാളി കളനാന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് വരുന്നുണ്ട് അവിടെ. അതായത് ഇന്നലെ രാത്രി ആവുമ്പോഴേക്ക് ശൈത്യേന്റെയും പിന്നെ അനുവിന്റെയും നടുക്ക് അവള് വന്ന് നെബീൻ വന്ന് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കുശുമ്പത്തരങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് കിച്ചൺ വഴക്കാം. ഞങ്ങളുടെ ടീമിനുള്ളിൽ ഞങ്ങൾ സ്നേഹം കാണിക്കും, ഞങ്ങൾ ഹഗ് ചെയ്യും, ഞങ്ങൾ ചിലപ്പോൾ വഴക്കിടും, ഇതൊക്കെ ചെയ്യും. അത് ഞങ്ങളുടെ ടീമിനുള്ളിലെ ആഭ്യന്തര കാര്യം. അതിൽ കയറി കിച്ചൺ വഴക്കില് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേല് ചെയ്തതില് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓവൻ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ ആവശ്യം കഴിഞ്ഞപ്പോഴേക്ക് തുറന്നു വെക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കടക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അനീഷ് പറഞ്ഞത് എനിക്ക് ഒരു 100% കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. ഓവൻ അടക്കുന്ന കാര്യമില്ല, അത് പണി കഴിഞ്ഞ ഉടനെ അതങ്ങ് പൂർത്തിയാക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞതിന്റെ പേരിലാണ് അവിടെ വഴക്ക് തുടങ്ങുന്നത്. മിക്കവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. തെറ്റെന്താന്ന് വെച്ചാൽ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബിന്നി വിശക്കുന്നു പറയുന്ന സമയത്ത് വായു ഭക്ഷിച്ചോ വെള്ളം ഭക്ഷിച്ചോ എന്നൊക്കെ പറയുന്നതിൽ തെറ്റുണ്ട്. പക്ഷെ ഒരു പണിയെടുക്കുമ്പോൾ അത് പൂർത്തിയാക്കുന്നതിൽ നല്ലതാണേ ഞാൻ പറയത്തുള്ളൂ. അനീഷിന്റെ ഭാഗത്ത് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വായു ഭക്ഷിച്ചോ, അതാ നല്ലത്. അതിനാണോ നിങ്ങളെ കുറച്ച് വെള്ളമുണ്ട്, വെള്ളം വേണമെങ്കിൽ ചൂടാക്കി കുടിച്ചോ. വായു കഴിക്കുക, നല്ല ചവച്ചരച്ച് വായു കഴിക്കുക. അത് ഇത് കഴിഞ്ഞ ഉടനെയാണ് അക്ബർ ഒനീലിനെ തെറി വിളിക്കുന്നത്. അതിന്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. എന്നിട്ട് അക്ബർ അത് ന്യായീകരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പാട്ടുകാരനെന്ന് വെച്ചിട്ട് എനിക്ക് തെറി വിളിക്കാൻ പറ്റാണ്ടിരിക്കും, ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഇവൻ അത് ലേഡീസ് പോലും യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്നും പറഞ്ഞ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു തെറി വിളിക്കേണ്ട ആവശ്യമുണ്ട്. വഴക്കിടുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇതേപോലെ തെറി വിളിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പാനി പറയുന്നുണ്ട് അടുത്ത വീക്കിൽ എന്തായാലും ഒനിയിൽ പുറത്തു പോകണം. ഒനിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ചായ കുടിക്കും എന്നാണ് അക്ബർ പറയുന്നത്. അപ്പാനി പറയുന്നത് ഒനിയിൽ പുറത്തു പോവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കാലിന്റെ മേളിൽ കാലിട്ട് വെച്ചിരിക്കും എന്നൊക്കെയാ പറയുന്നത്. ശരിക്കും ഇത് തന്നെയല്ലേ ഗ്രൂപ്പ് സിസ്റ്റം? അവര് നല്ലപോലെ അവിടെ ഗ്രൂപ്പ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. വോട്ട് ചെയ്യുന്നതിലും അവർ രണ്ടുപേരും ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്. ഒരുപാട് തവണ ബിഗ് ബോസ് വാർണിംഗ് ചെയ്ത് കഴിഞ്ഞു, ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്ഥാനവും തിരിച്ചു തരണം എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും ജിസേൽ ഡ്രസ്സ് കൊടുത്തിട്ടില്ല. ഡ്രസ്സ് കൊടുക്കാതെ അത് കീറിപ്പോയി എന്നും പറഞ്ഞിട്ട് ജിസേലിന്റെ ഡ്രസ്സ് തന്നെ അവർ ഉപയോഗിച്ച്. ആ കീറിപ്പോയ സമയത്ത് അനുമോള് പറഞ്ഞത് ചിലപ്പം ജിസേലിന്റെ കൈ കൊണ്ട് ജിസേൽ തന്നെ കീറിയതായിരിക്കും. ഇത് ലൈവിലുണ്ട്, എപ്പിസോഡിൽ കാണിക്കുന്നില്ല, 10ാമത്തെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. പക്ഷെ ലൈവിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ജിസേലിന്റെ കൈ വെച്ച് കീറിയതായിരിക്കും ആ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ ഉടനെ ഇത് ഒരാവശ്യം ഇല്ലാണ്ടാന്ന് അനുമോൾ അത് അവിടെ അനുമോൾ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ജസ്റ്റ് അവർ തമ്മിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവിടെ തീർക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ജിസേലിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒന്നും കൂടെ
പുള്ളിക്കാരിക്ക് ഓൾറെഡി മേക്കപ്പ് ഇല്ലാത്തതിന്റെയും ഡ്രസ്സ് ഇല്ലാത്തതിന്റെയും ദേഷ്യം നല്ലപോലെ ഉണ്ട്, നല്ലപോലെ ട്രിഗർ ആയിട്ടിരിക്കുന്ന സമയം മേക്കപ്പ് ഒന്നും കിട്ടാത്തതുകൊണ്ട്. അതിന്റെ കൂടെയാണ് ജിസേലിന്റെ മുഖത്ത് നോക്കി പറയുന്നത് ഇതേപോലെ നീ തന്നെ നിന്റെ കൈ വെച്ച് കീറിയതായിരിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ജിസേലിന് ദേഷ്യം ഇതാക്കാൻ പറ്റാണ്ട് ജിസേൽ തിരിച്ചു പറയുന്നുണ്ട്, മോൾക്ക് ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കുറവുള്ളവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കീറണമെന്നില്ല, എനിക്ക് ഹൈറ്റ് കൂടുതലാണ്, എനിക്കും അക്ബറിനൊക്കെ ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ കീറിന്ന് വരുന്നു മറ്റേ ജിസേൽ തിരിച്ചു പറയുന്നുണ്ട്. ഒരു കാര്യമില്ലാണ്ട് അനുമോൾ ചോദിച്ച് മേടിച്ചാന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ജിസേൽ അവിടെ കാണിച്ചത് ബോഡി ഷെയ്മിംഗ് ആണ്. ബോഡി ഷെയ്ം ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു കാരണം പറയായിരുന്നു. ബോഡി ഷെയ്മിംഗ് ചെയ്തത് ഭയങ്കര തെറ്റായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ടാസ്കിൽ അനീഷിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കുറവ് വരുന്നത്. 3 കോയിൻസ് മാത്രമേ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പാനിക്ക് അവിടുത്തെ ലോക്ക് തുറക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പാനീനെ അനീഷ് സെലക്ട് ചെയ്തതിൽ അനുമോളെ സെലക്ട് ചെയ്തത് ഓക്കെ, പക്ഷെ അപ്പാനീനെ സെലക്ട് ചെയ്തത് നല്ല തീരുമാനമാണോ എന്ന് ഒരു സംശയമുണ്ട്. മിക്കപ്പോഴും ഈ മിഡ് വീക്ക് എവിക്ഷനിൽ അനീഷ് ആയിരിക്കും പുറത്തു പോകാൻ ചാൻസ്. അറിയില്ല, ഇനിയിപ്പോ നാളെയും മറ്റന്നാളത്തെയുള്ള ഗെയിം കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ആരാണ് ഡെഡ് സോളിലോട്ട് പോകുന്നത് എന്നുള്ളത്. അതിനിടയിൽ അക്ബറിനെയും പിന്നെ രേണു സുധീനെയും കൺസെഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. അക്ബറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് വിളിച്ചെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ മറ്റേ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ, അടുത്ത് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിരിക്കണം, അതായത് രേണുസുധീന്റെ വായിന് നല്ല പേര് കേൾപ്പിക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു രേണുസുധീന്റെ വായിന് നല്ല പേര് കേൾക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏകദേശം ഒരു 40% ഉള്ളൂ നല്ല പേര് കേൾക്കാനുള്ള ഒരു ഇത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു, പിന്നെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ലവ് ചിഹ്നത്തിന്റെ ഒരു ചപ്പാത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും അതിലൊന്നും പുള്ളിക്കാരി വീഴുന്നേ ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഡയലോഗും ഉണ്ടായിരുന്നു, ഞാൻ ഭക്ഷണത്തിന് അവഹേളിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനത്തെ ഒരു ഭാഗം ഞാൻ കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്നു വെച്ചിട്ട് ഞാൻ ഒരിക്കലും അക്ബറിന് മാപ്പ് പറഞ്ഞത് അക്ബറിന് ഒരിക്കലും ഞാൻ ഇതിലേക്ക് ഇതായിരുന്നു ആരും വിചാരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അക്ബറിന് മാപ്പ് കൊടുത്തെന്ന് ചിന്തിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ശാരിക രേണുവിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മോട്ടിവേറ്റ് അല്ല, ശാരിക ഭയങ്കരമായിട്ട് രേണുവിനെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. അതായത് രേണുവിനെ പോലെ ആകാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം നെഗറ്റിവിറ്റിയിലൂടെയാണ് പുള്ളിക്കാരി ഇത്രയും ഫേമസ് ആയി. നെഗറ്റിവിറ്റിയിൽ ഫേമസ് ആവണമെന്ന് ആരാ ചിന്തിക്കുന്നത്? അതേപോലെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഒരുപാട് ലേഡീസിന്റെ വോയിസ് ആണ് രേണു സുധി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ശാരിക. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു, ഒരു കുഞ്ഞ് ഇഷ്യൂ ആയിരുന്നു, വെസൽ ഇഷ്യൂ. അതായത് പാത്രമൊക്കെ കഴുകാൻ നെവിന്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ റെഡിയാണ്, പക്ഷെ അവനവൻ ഫുഡ് കഴിച്ച പാത്രം അവനവൻ കഴുകി വെക്കണം എന്നുള്ളത് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ നെവിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നെവിൻ വെസലിൽ വരുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ പോലെ കുടിച്ച കപ്പ് പോലും കഴുകാത്ത ആളാണ് നെവിൻ. പക്ഷെ ആ നെവിൻ ഇപ്പം വെസൽ ടീമിലേക്ക് വന്നപ്പോഴേക്കും നെവിന് മനസ്സിലായി, അതായത് അവനവൻ കഴിച്ച പാത്രം അവനവൻ തന്നെ കഴുകി വെക്കണം, അല്ലാതെ പാത്രവും കൊണ്ട് അവിടെ വന്നാൽ ഞാൻ കഴുകി വെക്കത്തില്ല എന്നുള്ളത്. സ്വന്തമായിട്ട് അനുഭവം വരുമ്പോഴാണ് പലരും പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ ഗായ്സ്.